LDF വരും, എല്ലാം ശരിയാകും. ഇങ്ങനെ 2016 അവർ പറഞ്ഞു. നമ്മൾ വിശ്വസിച്ചു. ഉറപ്പാണ് LDF എന്ന് 2021 അവർ ആവർത്തിച്ചു. നമ്മൾ വീണ്ടും വോട്ട് നൽകി. ഇപ്പോഴിതാ 2026 തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ പുതിയൊരു ചോദ്യവുമായി അവർ വരികയാണ്. മറ്റാരുണ്ട് LDF അല്ലാതെ? ശരിയാണ്, ജനങ്ങളെ ഇത്രത്തോളം ബുദ്ധിമുട്ടിക്കാനും, ശബരിമലയിൽ കൊള്ള നടത്താനും, ഖജനാവ് ഇത്രത്തോളം അടിച്ചു മാറ്റാനും, അഴിമതിയിൽ ഇത്രത്തോളം റെക്കോർഡിടാനും LDF അല്ലാതെ മറ്റാരുണ്ട്? ലൈഫ് മിഷനിലെ കമ്മീഷൻ മുതൽ ക്യാമറയിലെ അദൃശ്യ ഇടപാടുകൾ വരെ, മാസപ്പടി വിവാദം മുതൽ കരുവന്നൂരിലെ പാവപ്പെട്ടവന്റെ കണ്ണീര് വരെ, കേരളത്തെ കടക്കെണിയിലാക്കി മുടിപ്പിക്കാൻ ഈ സർക്കാരിനോളം ആവേശം കാണിച്ച വേറെ ആരുണ്ട്? ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വികസന തുടർച്ചയെ കുറിച്ചല്ല, മറിച്ച് കൊള്ളയടി തുടർച്ചയെ കുറിച്ചാണ്. ഈ പുതിയ മുദ്രാവാക്യത്തിന് പിന്നിലെ പൊള്ളത്തരങ്ങൾ ഒന്നൊന്നായി നമുക്ക് പൊളിച്ചെടുക്കാം. ഈ മുദ്രാവാക്യത്തോടൊപ്പം സർക്കാർ ചില അവകാശവാദങ്ങളും ഉന്നയിക്കുന്നുണ്ട്. നമുക്കതിലെ ഓരോ പോയിന്റും പരിശോധിക്കാം. റോഡിലൂടെ പോകുന്ന സകല യാത്രക്കാരുടെയും കണ്ണിൽ പൊടിയിടാൻ ക്യാമറകൾ സ്ഥാപിച്ചു. സുരക്ഷയ്ക്കല്ല, മറിച്ച് പിഴ ഈടാക്കാൻ. എന്നാൽ ഇതിന് പിന്നിൽ നടന്ന 232 കോടിയുടെ അഴിമതിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ സർക്കാർ മൗനം പാലിച്ചു. കരാറുകൾ മറിച്ചു നൽകിയതും മുഖ്യമന്ത്രിയുടെ ബന്ധുക്കളിലേക്ക് ലാഭവീതം എത്തിയതെന്ന ആരോപണങ്ങളും ഉയർന്നപ്പോ മറ്റാരുണ്ട് LDF അല്ലാതെ എന്ന് ജനം ചോദിച്ചുപോയി. സാധാരണക്കാരന്റെ പോക്കറ്റ് അടിച്ച് ഖജനാവ് നിറയ്ക്കാൻ ഇവരല്ലാതെ മറ്റാരുണ്ട്? അതുപോലെ എല്ലാവർക്കും ഇന്റർനെറ്റ്, കേൾക്കാൻ നല്ല സുഖമുള്ള വാഗ്ദാനം. 1500 കോടിയിലധികം ചിലവാക്കിയ ഫോൺ ഇന്ന് എവിടെയാണ്? പ്രഖ്യാപിച്ച അത്രയും പേർക്ക് കണക്ഷൻ ലഭിച്ചോ? ഇല്ല. പക്ഷേ കേബിൾ ഇടാൻ കരാർ ലഭിച്ച കമ്പനികൾക്ക് കൃത്യമായി പണം ലഭിച്ചു. ഈ പദ്ധതിയും മറ്റൊരു കമ്മീഷൻ ഇടപാടായി മാറിയപ്പോ സാങ്കേതിക വിദ്യയുടെ പേരിൽ ഇത്രയും വലിയ തട്ടിപ്പ് നടത്താൻ ഇവരല്ലാതെ മറ്റാരുണ്ട്? ശബരിമലയെ കൊള്ളയടിച്ച് സ്വർണം കട്ട ഇവരല്ലാതെ മറ്റാരുണ്ട്? ലൈഫ് മിഷൻ പദ്ധതിയിൽ പോലും കോടികൾ കമ്മീഷൻ അടിച്ച ഭരണമാണിത്. UAE കോൺസുലേറ്റ് വഴി വന്ന സഹായത്തിൽ നിന്നും സ്വർണ്ണക്കടത്ത പ്രതികൾക്ക് വരെ വിഹിതം പോയി. പാവപ്പെട്ടവന്റെ തലചായ്ക്കാനുള്ള ഇടത്തിൽ നിന്ന് പോലും കമ്മീഷൻ പറ്റാൻ ഈ സർക്കാരിനല്ലാതെ മറ്റാർക്ക് സാധിക്കും? ഒരു മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഇത്രയും വലിയ അഴിമതി ആരോപണം ഉയർന്ന മറ്റൊരു കാലഘട്ടം കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? CMRL എന്ന കമ്പനിയിൽ നിന്നും ഒരു സേവനവും നൽകാതെ മാസപ്പടി വാങ്ങി എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നു. ഇത് വെറും രാഷ്ട്രീയ ആരോപണമല്ല, ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയ വസ്തുതയാണ്. മുഖ്യമന്ത്രിയുടെ കസേരയിൽ ഇരുന്ന് സ്വന്തം കുടുംബത്തിന് വേണ്ടി അധികാരം ദുർവിനിയോഗം ചെയ്യാൻ പിണറായി വിജയൻ അല്ലാതെ മറ്റാരുണ്ട്? ഇതിനെക്കുറിച്ചൊക്കെ നിയമസഭയിൽ ചോദ്യങ്ങൾ ഉയർന്നപ്പോ മൈക്കിന് മുന്നിൽ വിറളി പിടിക്കുന്ന ഭരണാധികാരിയാണ് നമ്മൾ കണ്ടത്. സത്യം പറയാൻ ഇത് ഓരോന്നോരോന്ന് പറയുമ്പോൾ നല്ല സങ്കടമുണ്ട്, എന്നാൽ ചിരി അടക്കാനും സാധിക്കുന്നില്ല. കുടുംബത്തിന് വേണ്ടി നാട് കൊള്ളയടിക്കാൻ സമ്മതം നൽകുന്ന ഈ ശൈലിയാണ് അവർ വികസന തുടർച്ച എന്ന് വിളിക്കുന്നത്. ഇടതുപക്ഷം നെഞ്ചോട് ചേർക്കുന്ന ഒന്നാണ് സഹകരണ മേഖല. പക്ഷേ ആ മേഖലയെ തകർത്തത് ആരാണ്? കരുവന്നൂർ സഹകരണ ബാങ്കിൽ നടന്നത് 100 കണക്കിന് കോടികളുടെ തട്ടിപ്പാണ്. പാവപ്പെട്ടവൻ തന്റെ ആയുഷ്കാല സമ്പാദ്യം നിക്ഷേപിച്ചു. മകളുടെ വിവാഹത്തിനും മരുന്നിനും വേണ്ടി പണം തിരിച്ചു ചോദിച്ചപ്പോ പണമില്ല എന്നും പറഞ്ഞ് കൈമലർത്തിയവർ അതേ പണം പാർട്ടി നേതാക്കൾക്ക് ബിനാമി ഇടപാടുകൾക്കായി മറച്ചു നൽകി. സ്വന്തം അണികളെയും പാവപ്പെട്ട നിക്ഷേപകരെയും പച്ചയ്ക്ക് വഞ്ചിക്കാൻ CPM നേതാക്കൾക്കല്ലാതെ മറ്റാർക്ക് സാധിക്കും? നിക്ഷേപകർ ആത്മഹത്യ ചെയ്യുമ്പോൾ തട്ടിപ്പുകാരെ സംരക്ഷിക്കാൻ ക്രൈംബ്രാഞ്ചിനെ ഉപയോഗിക്കുന്ന ഈ ഭരണകൂടത്തെ കാണുമ്പോൾ മറ്റാരുണ്ട് LDF അല്ലാതെ എന്ന ചോദ്യം അന്വർത്ഥമാകുകയാണ്. കേരളത്തിലെ പോലീസ് സംവിധാനം ഇന്ന് പാർട്ടിയുടെ വെറും കളിപ്പാവയായി മാറിയിരിക്കുന്നു. SFI ഗുണ്ടകൾ ക്യാമ്പസുകളിൽ അടിഞ്ഞാടുമ്പോൾ പോലീസ് കാഴ്ചക്കാരായി നിൽക്കുന്നു. പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിന് കീഴിൽ കൊട്ടേഷൻ സംഘങ്ങൾ തഴച്ചു വളരുന്നു. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും ഗുണ്ടകളെ ഇറക്കി കൊലപാതകങ്ങൾ നടത്താനും അതിനുശേഷം പ്രതികളെ സംരക്ഷിക്കാൻ പൊതുജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ച് സുപ്രീം കോടതിയിൽ ലക്ഷങ്ങൾ കൊടുത്ത് വക്കീലിനെ വെക്കാനും ഈ സർക്കാരിനല്ലാതെ മറ്റാർക്കാണ് കഴിയുക? നീതി തേടി വരുന്നവനെ ലോക്കപ്പിലിട്ട് മർദ്ദിക്കാനും പാർട്ടിക്കാരനെ സല്യൂട്ട് ചെയ്യാനും പഠിപ്പിച്ച ആഭ്യന്തരമന്ത്രിയെ പറ്റി എന്ത് പറയാനാണ്? കേരളം ഇന്ന് ശമ്പളവും പെൻഷനും കൊടുക്കാൻ പോലും വായ്പ എടുക്കേണ്ട അവസ്ഥയിലാണ്. കിഫ്ബിയുടെ പേരിൽ എടുത്ത കടം കേരളത്തെ ഒരു വലിയ ഗർത്തത്തിലേക്ക് തള്ളിയിട്ടിരിക്കുന്നു. ഓരോ മലയാളി കുട്ടിയും ഇന്ന് ജനിച്ചു വീഴുന്നത് ലക്ഷങ്ങളുടെ കടവും കൊണ്ടാണ്. എന്നിട്ടും ധൂർത്തിന് യാതൊരു കുറവുമില്ല. മുഖ്യമന്ത്രിയുടെ വിദേശ യാത്രകൾ, ലക്ഷങ്ങൾ ചിലവാക്കിയുള്ള ഹെലികോപ്റ്റർ യാത്രകൾ, നീന്തൽക്കുളം പണിയൽ, ജനം ദാരിദ്ര്യത്തിൽ കഴിയുമ്പോൾ ഭരണാധികാരികൾ സുഖഭോഗങ്ങളിൽ ആറാടുകയാണ്. നവകേരള യാത്ര, നവകേരള സദസ്സ് സംസ്ഥാനത്തെ സാമ്പത്തികമായി ഇത്രയും വലിയ തകർച്ചയിലേക്ക് എത്തിക്കാൻ ഈ സർക്കാരിനല്ലാതെ മറ്റാർക്കാണ് കഴിയുക? എല്ലാവർക്കും തൊഴിൽ നൽകാൻ മറ്റാരുണ്ട്? ഈ വാചകം കേട്ട് കേരളത്തിലെ ലക്ഷക്കണക്കിന് PSC ഉദ്യോഗാർത്ഥികൾ പൊട്ടിക്കരയുകയാണ്.
റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടും നിയമനം കിട്ടാതെ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ മുട്ടിലിഴഞ്ഞ ഉദ്യോഗാർത്ഥികളെ നമ്മൾ കണ്ടു. അതേസമയം പാർട്ടി നേതാക്കളുടെ ഭാര്യമാർക്കും ബന്ധുക്കൾക്കും വഴിയിലൂടെ പോകുന്ന സഖാവിനും കൊടിപിടിച്ചവനും സർവകലാശാലകളിൽ പിൻവാതിൽ വഴി നിയമനം ലഭിക്കുന്നു. യോഗ്യതയുള്ളവൻ തെരുവിൽ നിൽക്കുമ്പോൾ പാർട്ടി കാർഡുള്ളവൻ AC റൂമിൽ ജോലി ചെയ്യുന്നു. ഈ അനീതിക്ക് കുടപിടിക്കാൻ പിണറായി ഭരണത്തിനല്ലാതെ മറ്റാരുണ്ട്? അതുകൊണ്ടല്ലേ നമ്മുടെ യുവാക്കൾ നാട് വിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് ഓടിപ്പോകുന്നത്? കേരളം ഇന്ന് വയോധികരുടെ നാടായി മാറിക്കൊണ്ടിരിക്കുന്നു. 2021 ക്യാപ്റ്റൻ എന്ന ഇമേജ് പടച്ചുണ്ടാക്കാനായി കോടികളാണ് PR ഏജൻസികൾക്ക് നൽകിയത്. ഈ കപ്പൽ ആടിയുലയില്ല സാർ. പക്ഷെ ഇന്ന് ആ ബിംബം തകർന്നിരിക്കുന്നു. വിയോജിക്കുന്നവരോട് കടക്കുപുറത്തുനിന്ന് ആക്രോശിക്കുന്ന, മാധ്യമങ്ങളെ ഭയക്കുന്ന, ചോദ്യങ്ങൾക്ക് മുന്നിൽ ഉത്തരം മുട്ടുമ്പോൾ കറുത്ത തുണി പോലും നിരോധിക്കുന്ന ഒരു മുഖ്യമന്ത്രി. ജനാധിപത്യത്തിൽ ഇത്രത്തോളം അസഹിഷ്ണുത കാണിക്കുന്ന ഒരു ഭരണാധികാരി വേറെ ആരുണ്ട്? ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങാൻ ഭയന്ന ആയിരക്കണക്കിന് പോലീസുകാരുടെ അകമ്പടിയോടെ മാത്രം സഞ്ചരിക്കുന്ന ഒരു ജനകീയ മുഖ്യമന്ത്രിയെ കാണാൻ LDF ഭരണം തന്നെ വരണം. ഇടതുമുന്നണിക്കുള്ളിൽ ഇപ്പോൾ നടക്കുന്നത് അധികാരത്തിന് വേണ്ടിയുള്ള കടിപിടിയാണ്. CPI വലിയ വായിൽ വിമർശിക്കുമെങ്കിലും അവസാനം പാർട്ടിയുടെ അപ്പകഷ്ണത്തിന് വേണ്ടി ഒത്തുതീർപ്പ് നടത്താൻ ഇവരെ കഴിഞ്ഞേ മറ്റാരുമുള്ളൂ. ജോസ് കെ മാണി മുഖ്യമന്ത്രിയെ കാണാൻ പോലും സമയം കിട്ടാതെ അപമാനിതനായി നിൽക്കുമ്പോഴും അധികാരത്തിൽ തൂങ്ങിക്കിടക്കാൻ ഇവർ കാണിക്കുന്ന ആവേശം അപാരമാണ്. NCP സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി തമ്മിലടിക്കുന്നു. ഇത്രയും വലിയ ആശയക്കുഴപ്പങ്ങൾക്കിടയിലും പുറമെ ചിരിച്ചു കാണിക്കാൻ ഇവരൊന്നും അല്ലാതെ മറ്റാരുണ്ട്? LDF അല്ലാതെ? ഈ മുദ്രാവാക്യം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ അവർക്ക് തന്നെ തിരിച്ചടിയാകാൻ പോവുകയാണ്. കാരണം ജനങ്ങൾക്കറിയാം, നികുതി കൂട്ടി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ മറ്റാരുണ്ട്? ആരോഗ്യ മേഖല തകർത്ത ആശുപത്രികളിൽ മരുന്നില്ലാതാക്കാൻ മറ്റാരുണ്ട്? സ്ത്രീ സുരക്ഷ പ്രസംഗിച്ചിട്ട് പ്രതികളെ സംരക്ഷിക്കാൻ മറ്റാരുണ്ട്? വേടൻ എന്ന സ്ഥാനാർത്ഥിയാവാൻ പോവുകയാണ്. അഴിമതിയെ വികസനമെന്നും സ്വേച്ഛാധിപത്യത്തെ ജനകീയമെന്നും വിളിക്കുന്ന ഈ കപടതയ്ക്ക് വിരാമമിടാൻ സമയമായി. കേരളം മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പരസ്യവാചകങ്ങളിലെ ചതിക്കുഴികളിൽ വീഴാതെ നമ്മുടെ നാടിന്റെ ഭാവി സുരക്ഷിതമാക്കാൻ ഈ ഭരണകൂടത്തോട് നമുക്ക് ചോദിക്കാം, നിങ്ങളല്ലാതെ മറ്റാരുണ്ട് ഞങ്ങൾ ഇത്രത്തോളം വഞ്ചിക്കാൻ? ഞാൻ ഇത്രത്തോളം പറഞ്ഞതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എന്തായാലും ഈ വിഷയത്തിൽ, ഈ ഒരു മുദ്രാവാക്യത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ യാതൊരു മടിയും കൂടാതെ നിങ്ങളുടെ പ്രതിഷേധങ്ങളായി കമന്റ് ബോക്സിൽ അടിച്ചേൽപ്പിക്കുക. അതുപോലെ തന്നെ കൂടുതൽ രാഷ്ട്രീയ വിശകലനങ്ങൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയമായി വീണ്ടും എത്തുവരെ നന്ദി.